ഗൈസ് നമുക്കെന്ത് വിഷു അല്ലേ? അപ്പം നമുക്ക് ഇത്തവണ വിഷുവൊന്നും ഇല്ല കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ അപ്പൂപ്പൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ. അപ്പോൾ ഓണത്തിന് കുറച്ച് ദിവസം മുമ്പായതുകൊണ്ട് കഴിഞ്ഞ ഓണം നമുക്കില്ലായിരുന്നു. ഇത്തവണ വിഷു ഇല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് വന്നിരുന്നു, അതില്ല. അപ്പോൾ ഇനി വരുന്ന സെലിബ്രേഷൻസൊക്കെ നമുക്ക് ഉണ്ട്. നമുക്ക് 1 ഇയർ അങ്ങനെ ആഘോഷിക്കാനായിട്ട് എന്താ പറയുക, നമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ പൂജാമുറിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്നാലും വീട്ടിൽ നിന്ന് ഇവരെല്ലാവരും അമ്പലത്തിൽ പോകാനായിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണും വൈദ്യുകുട്ടിയും അച്ഛനും ഒക്കെ ഇതേ റെഡിയായിരിക്കുകയാണ്. അനിയനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും റെഡിയായി ഇറങ്ങി. യൂണിഫോമിലല്ല, ഞാൻ ജോലിക്ക് പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല വെയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട്, ഇപ്പം രാവിലത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തി നിൽക്കായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഈ നമ്മുടെ തോട്ടവും ഒക്കെ കാണാനായിട്ട് കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്ത് പാസ് ചെയ്ത് പോന്നിട്ടായിരുന്നു. സമയം പോയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഭയങ്കര സ്പീഡിൽ എന്നെ കൊണ്ടാക്കുമായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഓഫീസിൽ നമ്മൾ കണി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വിളക്ക് കൊളുത്തി വെച്ചിട്ടില്ല. കാരണം നമ്മുടെ എന്താ പറയുക, അങ്ങനെ വിളക്ക് കൊളുത്തി നമുക്ക് വീട്ടിലെ പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. എണ്ണ സമയത്ത് ഒഴിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കരിന്തിരി കത്താനുള്ള ചാൻസ് കാര്യങ്ങളുള്ളതുകൊണ്ട് രാവിലെ പോയിട്ട് വിളക്ക് കത്തിക്കാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി ബസ്സിലൊക്കെ കയറി ഇതേ നമ്മളവിടെ ചെന്നു. അപ്പോൾ താഴെ എന്തായാലും നമുക്ക് ഇന്നലെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. എല്ലാവരും അതിഗംഭീരമായിട്ട് ആക്റ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും, കണിക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതായിക്കോട്ടെ, അങ്ങനെ എല്ലാം ഞങ്ങൾ ഓരോരുത്തരും എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഏറ്റെടുത്തു. കാരണം നമുക്ക് കടയിലെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതിൻ്റെ ഇടയിൽ നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് ഈ ഒരു എന്താ പറയുക കണിയൊരുക്കൽ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിൽ എനിക്ക് കണി ഒരുക്കാനോ അല്ലെങ്കിൽ രാവിലെ വിളക്ക് കൊളുത്താനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇത്തവണ എനിക്ക് ഒരുപാട് മിസ്സായ, ഒരുപാട് വിഷമം തോന്നിയ ഒരു സിറ്റുവേഷനായിരുന്നു കേട്ടോ ഇത്. കാരണം എനിക്ക് കണി ഒരുക്കുന്നതും പൂക്കളം ഇടുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, വിഷു, ഓണം അങ്ങനെയുള്ള സെലിബ്രേഷൻസും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുക്കങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടി എന്ത് റിസ്ക് ഏറ്റെടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. എന്നാലും എന്താ പറയുക, അത് ചെയ്യുന്നത് ഒരു പ്രത്യേക സന്തോഷം ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലതാണ്. എന്താ പറയുക, നമ്മുടെ മനസ്സിനും ഒക്കെ നല്ലൊരു പോസിറ്റിവിറ്റി തരാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെയുള്ള സെലിബ്രേഷൻസും ഇങ്ങനെയുള്ള ഒരുക്കങ്ങളും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനായിട്ട് അത്ര അടുക്കുകയാണ്. കാരണം ഭഗവാനായിട്ട് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുക്കുന്ന ഒരു മൊമെൻറ്റ്സ് ഞാൻ വിട്ട് കളയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വിളക്കൊക്കെ കൊളുത്തി, പിന്നെ അവിടെ വെച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാതെ, ഇത് നമ്മുടെ മിച്ചുക്കുട്ടൻ്റെ ഫോട്ടോ അവൾ ഇട്ടതാണ്. ഇച്ചുക്കുട്ടനെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളവിടെ റെഡിയാക്കി കണി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ.